ഈ രക്തസാക്ഷിയാകാനൊക്കെ പോകുമ്പോൾ എല്ലാ മനുഷ്യരോടും പറയാനുള്ളത്, എന്തിനു വേണ്ടി രക്തസാക്ഷിയാകുന്നു എന്നൊരു ബോധ്യം രക്തസാക്ഷിയാകാൻ പോകുന്നവർക്കും രക്തസാക്ഷിയാക്കുവാൻ പോകുന്നവർക്കും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ രക്തസാക്ഷിയാകുന്നത് വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിൽ അവൻ്റെ വിശ്വാസമനുസരിച്ച് നാളെ പരലോകവും സ്വർഗവും ഒക്കെ അവൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രതിഫലം പ്രതീക്ഷിക്കാം. അല്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി രക്തസാക്ഷിയാകാനും ആക്കുവാനും പോയാലുള്ള സ്ഥിതി തകർത്ത് തരിപ്പണമായി പോവും. സംഗതി വേറൊന്നുമല്ല, ഇന്നലെ RSS എന്നത് ഒരു മഹാസംഘടനയാണെന്ന് സാക്ഷാൽ നമ്മുടെ മഹാനേതാവും നമ്മുടെ നിയമവാഴ്ചയുടെ നിയമസഭയുടെ മഹാ അധിപനുമായ ഷംസീർ സാറ് പ്രഖ്യാപനം നടത്തി. അതൊരു മഹാസംഘടന എന്നാണ് പറഞ്ഞത്. അതിനെ പോയി കാണുന്നതിന് കുഴപ്പമൊന്നുമില്ലെന്നാണ്. മഹാസംഘടന എന്ന് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അത് കൊണ്ടു നടക്കുന്ന ആളുകൾ ഏത് സംഘടനയും മഹാസംഘടനയായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. പക്ഷേ ഏതാണ്ട് 100-200 കണക്കിന് രക്തസാക്ഷികളെ ഓരോ കുടുംബത്തിലും സൃഷ്ടിച്ച അവരുടെ രക്തത്തിനു മേലും അവരുടെ വൈധവ്യത്തിനു മേലും അവരുടെ അനാഥത്വത്തിനു മേലുമാണ് അങ്ങേപ്പോലുള്ള ആളുകൾ ഒരു കാറിൽ സ്പീക്കറായി ഇങ്ങനെ നടക്കുന്നത്. ഇനി അത് അങ്ങ് മരിക്കുന്നത് വരെ പെൻഷനായി അങ്ങയുടെ കൈകളിൽ കിട്ടും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഭാര്യയ്ക്കും ഒക്കെ കിട്ടിയെന്ന് വരും. മക്കൾക്ക് മുൻ കേരള നിയമസഭാ സ്പീക്കറുടെ മക്കൾ എന്ന് പേര് കിട്ടും. കൊച്ചുമക്കൾക്ക് വരെ കിട്ടും. ചിലപ്പോൾ ഉപ്പുപ്പ എന്നും പറഞ്ഞ് 2-3 തവണയും കൂടെ പറയും. എന്ന് പറയുമ്പോൾ ഒരു 4-5 തലമുറകൾ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സമ്പാദ്യമാണ് അങ്ങ് ഇതുകൊണ്ട് നേടുന്നത്. എന്നിട്ട് ഈ രക്തസാക്ഷികളുടെ മക്കളൊക്കെ ഇന്ന് പലയിടങ്ങളിലും അനാഥരായി തെക്ക് വടക്ക് നടക്കുന്ന കാലത്ത് ഇത് പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ സഹിക്കില്ല. ഞാനിന്നൊരു കാർഡ് കണ്ടു. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ രക്തസാക്ഷിയായി മാറിയ ഇബ്രാഹിം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ ഈ പറഞ്ഞ ഷംസീറിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നത്രേ. അദ്ദേഹം പറഞ്ഞത്, വർത്തമാന ഇന്ത്യയിൽ നിങ്ങളെപ്പോലുള്ളവർ വെള്ളപൂശേണ്ട സംഘടനയല്ല RSS. ഈ സംഘടന എൻ്റെ ബാപ്പയെപ്പോലും ക്രൂരമായി കൊന്നുകളഞ്ഞു എന്നാണ് പറഞ്ഞത്. അവരുടെയും തിരിച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പരസ്പരം രാഷ്ട്രീയം വളർത്തുന്നതിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയും അതുപോലെ കൊലപാതകയാവുകയും ഒക്കെ ചെയ്യുകയാണ്. മറുവശത്തോ ഈ പറഞ്ഞ സ്നേഹം പ്രകടിപ്പിക്കുന്നു, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു, കുഴൽപ്പണ കേസിൽ പ്രതിയായാൽ അത് ഊരിക്കൊടുക്കുന്നു എന്ന് വേണ്ട സർവ്വമാർഗങ്ങളും തുറന്ന് അവരെ സംരക്ഷിക്കാൻ കഴിയുന്ന എല്ലാ സംഗതികളും ചെയ്യുന്നത് കൂടാതെയാണ് നമ്മുടെ മഹാസ്പീക്കറുടെ മഹാപ്രസ്താവനയൊക്കെ രംഗത്ത് വരുന്നത്. സംഗതി ഗംഭീരമാണ്. നമ്മുടെ ഇദ്ദേഹവും പറയുന്നത് കേട്ടു, കൊല്ലത്തെ ധനകാര്യമന്ത്രിയും അത് കണ്ടു കാണും. എന്താണെന്ന് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിന്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, അവർക്കൊക്കെ ഇതൊന്നും ഒരു വിഷയമല്ല. ഈ താഴെ കിടക്കുന്ന ഇതൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നവനാണ് അയൽബന്ധങ്ങളും രക്തബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ മുറിച്ച് പരസ്പരം കൊല്ലാനും ചാകാനും നടക്കുന്നത്. അതുകൊണ്ട് ഈ പണി നിർത്തി എന്തെങ്കിലും നല്ല പണിക്ക് വയ്ക്കണം, ജോലിക്ക് പോകണം. അത് പറഞ്ഞു എന്നേ ഉള്ളൂ.